നമസ്തേ. വ്യക്തിപരമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ അരോചകമായിട്ട് തോന്നിയിട്ടുള്ളത്, അതിനോടൊപ്പം തന്നെ സഹതാപവും തോന്നിയിട്ടുള്ളത്, അതിനോടൊപ്പം തന്നെ അല്പമൊക്കെ വെറുപ്പും തോന്നിയിട്ടുള്ളത്, നമ്മൾ ചോദിക്കാതെ ഉപദേശം നൽകുന്നതായിട്ടുള്ള വ്യക്തികളുടെ ഉപദേശങ്ങളോടാണ്. ആ വ്യക്തികളോട് വ്യക്തിപരമായിട്ട് പ്രശ്നമുണ്ടെന്നല്ല പറയുന്നത്, ബട്ട് നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് ഉപദേശം നൽകുന്നതായിട്ടുള്ള അവസ്ഥകൾ, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഉറപ്പുണ്ട്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം, ഞാൻ എൻ്റെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ട്രാക്ക് എനിക്ക് വ്യക്തമായിട്ടുള്ള ദിശാബോധമുണ്ട്. എതിലെയാണ് ഞാൻ പോകുന്നത്, എങ്ങോട്ടേക്കാണ് ഞാൻ പോകുന്നത്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നിങ്ങളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഏത് വഴിക്ക് പോകണം, എങ്ങനെ പോകണമെന്നുള്ളത്. അങ്ങനെ നിങ്ങൾ നന്നായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി വന്നിട്ട് നിങ്ങൾക്ക് ഉപദേശത്തിൻ്റെ ഒരു പെരുമഴ നിങ്ങളുടെ തലയിലേക്ക് ഒരു കൊട്ട ഉപദേശം അങ്ങോട്ട് ഇട്ട് തരികയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ഫീലിംഗ് എന്ന് പറയുന്നത് വളരെയധികം ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഈ ഒരു ജനറേഷനിൽ, ഇപ്പോൾ എൻ്റെ ഒരു ഏജിലാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഏജിലാണെങ്കിൽ ഈ ഒരു തലമുറയിൽ നിൽക്കുകയാണ്. പുതിയ തലമുറ എന്നൊക്കെ ആളുകൾ പറയുന്നത് എപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, പുതിയ തലമുറകൾക്ക് ഉപദേശം ഇഷ്ടമല്ല എന്നൊക്കെ. അപ്പോൾ അതൊരു റെബലിയസ് നേച്ചർ എന്നതിനപ്പുറത്തേക്ക്, റെബലിയസ് നേച്ചർ കൊണ്ട് ഉപദേശത്തിനെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സക്സസ്ഫുള്ളി വെൻ യു ആർ ഗോയിങ്, ആ ഒരു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു ഉപദേശം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. അസ്ഥാനത്ത് ചോദിക്കാതെ ഉപദേശം നൽകുക എന്ന് പറയുന്ന സമയത്ത് അത് നമുക്ക് പ്രത്യേകിച്ച് കൃത്യമായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദിശാബോധമുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ അതിനോടൊരു പുച്ഛമായിരിക്കും തോന്നുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഉപദേശം എന്ന് പറയുന്നത് സാധാരണ വ്യക്തികളുടേതായിട്ടുള്ള ഉപദേശം, മറ്റു വ്യക്തികളുടെ ഉപദേശം നമുക്ക് ആവശ്യമായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. നമ്മുടെ ഒരു വീഡിയോയിലും നമ്മൾ ആർക്കും ഉപദേശങ്ങളല്ല നൽകിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ട്രെയിനിങ് ടു തിങ്ക് ആണെന്നാണ് ഞാൻ പണ്ട് മുതലേ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ എൻ്റെ വിദ്യാർത്ഥികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് നിങ്ങളെ ഒന്നും പഠിപ്പിക്കാനായിട്ട് സാധിക്കില്ല എന്ന് ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. മനഃശാസ്ത്രം പഠിക്കുന്ന സമയത്തും അല്ലാത്ത വേളകളിലൊക്കെ ഞാനത് അവരോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങളുടെ ടീച്ചർ എന്ന് വിളിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല, എന്നെ സാർ എന്ന് വിളിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. പ്രത്യേകിച്ച് ഞാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ ഒന്നും പഠിപ്പിക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഈവൻ നമ്മളൊരു സ്വകാര്യ സ്ഥാപനത്തിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ മാർക്ക് മേടിക്കണം എന്നൊക്കെ പറഞ്ഞാണ് സാധാരണ അധ്യാപകർ പറയുക. സ്വകാര്യ സ്ഥാപനത്തിലാണെങ്കിലും ഏത് സ്ഥാപനത്തിലാണെങ്കിലും ഞാൻ പറയുകയാണ്, പ്രിയപ്പെട്ട അധ്യാപകരെ, നിങ്ങൾ മാർക്ക് മേടിക്കണമെന്ന് പറഞ്ഞ് ഒരു സെർട്ടൻ ഏജിന് മുകളിലേക്കുള്ള കുട്ടികളെ നിങ്ങൾ ഫോഴ്സ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ബിക്കോസ് നിങ്ങളവിടെ പറയേണ്ടത് നിങ്ങൾ മാർക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാമെന്നാണ്. അപ്പോഴാണ് അവരുടെ ഉള്ളിൽ സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം വരുന്നത്. അതൊരു ഉപദേശമല്ല. നിങ്ങൾ മാർക്ക് മേടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമാണ്, നിങ്ങൾ നല്ല രീതിയിൽ മാർക്ക് മേടിക്കണം. അതിനുശേഷം നിങ്ങൾ മത്സര പരീക്ഷകളൊക്കെ എഴുതി നിങ്ങൾ മറ്റവനെ തോൽപ്പിച്ചിട്ട് മറ്റവനേക്കാളും മുകളിൽ വരണം. ഒരുത്തൻ വിജയിക്കുന്നു എന്ന് പറയുമ്പോൾ വേറൊരുത്തനെ അവിടെ തോൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കമ്പാരിസൺ, അവിടെ ഒരു കോമ്പറ്റീഷൻ ഒക്കെ വരികയാണ്. അപ്പോൾ അങ്ങനെ എത്തി നിൽക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു തലമുറ ആയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും ഫൈറ്റ്, അടുത്തിരിക്കുന്ന കുട്ടിയുടെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നു, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വേറൊരുത്തനെ ശത്രുവായിട്ട് കാണുന്നതായിട്ടുള്ള പൈശാചികമായിട്ടുള്ള വിഭജന തന്ത്രം തന്നെയാണ് ആ ഒരു ഫിലോസഫിയുടെ ഉള്ളിൽ അടക്കം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നമ്മൾ ഉപദേശിക്കുന്നില്ല, നീ പഠിച്ച് ഇന്ന ജോലി മേടിക്കണമെന്ന് പറയുന്നില്ല. നിനക്ക് വേണമെങ്കിൽ നീ പഠിക്കുക. അതൊരു ചിന്തയുടെ സ്പാർക്കാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ പറയുന്ന സമയത്ത് ഈ കുട്ടികൾ ചിന്തിക്കുകയാണ്, എന്തുകൊണ്ട് ഈ അധ്യാപകൻ അങ്ങനെ പറഞ്ഞു. അധ്യാപകൻ എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങളൊരു ഗുരുവായിട്ട് മാറുകയാണ് അങ്ങനെ പറയുന്ന സമയത്ത്. കാരണം ഈ കുട്ടി അവിടെ ചിന്തിക്കുന്നു, ആ ചിന്ത അവനെ പുതിയ വഴികളിലേക്ക് നയിക്കുകയാണ്, അല്ലെങ്കിൽ അവനായിരിക്കുന്ന വഴി കൂടുതൽ വ്യക്തമായിട്ടും കൂടുതൽ പ്രൊഫൗണ്ടായിട്ടുള്ള സ്റ്റെപ്സ് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് അവനെ അല്ലെങ്കിൽ അവളെ പ്രാപ്തയാക്കുകയാണ്. ദിസ് ഈസ് ദ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് കമ്പാരിസൺ അല്ലെങ്കിൽ കോമ്പറ്റീഷനിൽ അധിഷ്ഠിതമായിട്ടുള്ള ഉപദേശങ്ങൾ നമുക്ക് ആവശ്യമില്ല. നിങ്ങളിങ്ങനെ ജീവിക്കണം എന്ന് നമ്മുടെ സമൂഹം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ തന്നെ ജീവിക്കണം, ഇങ്ങനെ തന്നെ ജീവിച്ചിട്ടുണ്ടെങ്കിലേ നിങ്ങൾ സക്സസ്ഫുൾ ആകുന്നുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യലി അക്സെപ്റ്റഡ് ആകുന്നുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ സമൂഹത്തിൽ ഒരു സ്റ്റാറ്റസ് ഉള്ള വ്യക്തിയായിട്ട് മാറുന്നുള്ളൂ. അപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ വിജയിച്ച് കാണിക്കുക എന്നുള്ളത്, സ്റ്റാറ്റസ് ഉണ്ടാക്കുക എന്നുള്ളത്, പണമുണ്ട് എന്ന് കാണിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവിടെ പണം ഉണ്ടാകുന്നുണ്ടോ? ഇങ്ങനെ ഈ കാര്യങ്ങളുടെ പിന്നാലെ പോകുന്ന വ്യക്തികളൊക്കെ അവസാനം എന്താണ് ആയിത്തീരുന്നത്? ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ജോലിക്കാരനോ ജോലിക്കാരിയോ ആയിട്ട് മാറുകയാണ്. അപ്പോൾ ജീവിതം മുഴുവൻ ഒരു എംപ്ലോയി ആയിട്ടിരിക്കാനുള്ളൊരു ട്രെയിനിങ് നമുക്ക് കിട്ടുന്ന രീതിയിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, നമ്മുടെ കൾച്ചർ ഒക്കെ അങ്ങനെ മാറി മറിഞ്ഞു പോയിരിക്കുകയാണ്. ആൻഡ് യുവർ കറണ്ട് കൾച്ചർ ഈസ് നോട്ട് യുവർ ഫ്രണ്ട് എന്ന് ഞാൻ പറയുകയാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ സംസ്കാരം നിങ്ങളുടെ സുഹൃത്തല്ല.
അപ്പോൾ നമ്മൾ സംസ്കാരത്തിൽ നിന്ന് നമ്മുടെ പഴയ ജ്ഞാനം അല്ലെങ്കിൽ നമ്മൾക്ക് പുതിയതായിട്ടുള്ള ആധുനിക ചിന്തകൾ ഇതിനെയൊക്കെ റിഫൈൻ ചെയ്ത് നമ്മുടെ ഫിലോസഫി അല്ലെങ്കിൽ നമ്മുടെ ചിന്ത, നമ്മുടെ തത്വശാസ്ത്രങ്ങൾ, നമ്മുടെ മൂല്യബോധങ്ങൾ, നമ്മുടെ എത്തിക്സ്, നമ്മുടെ മൊറാലിറ്റി, നമ്മുടെ എംപതി, നമ്മുടെ സ്നേഹം, ഇതിൻ്റെയൊക്കെ യഥാർത്ഥത്തിലുള്ള ഒരു ഡെഫിനേഷനിലേക്ക് വരുന്ന സമയത്താണ് നമ്മൾ യഥാർത്ഥത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ ബുദ്ധി അല്ലെങ്കിൽ പണം, ജോലി, ഇതിനപ്പുറത്തേക്ക് എംപതി, അതുപോലെ തന്നെ സെൽഫ് റെസ്പെക്റ്റ്, മറ്റുള്ളവരോടുള്ള സ്നേഹം, നമുക്ക് മറ്റുള്ളവരെ പരിഗണിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. പ്രധാനമായിട്ടും നമ്മളെ പണ്ട് കാലത്തുള്ള പല മതങ്ങളും പഠിപ്പിച്ചത് നമ്മൾ പാപിയാണ് എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ജന്മത്തോടുകൂടി പാപവും പേറി വരുന്നതായിട്ടുള്ള വ്യക്തിയാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് പല മതങ്ങളും പല രീതിയിലുള്ള വ്യക്തികളും. ബിക്കോസ് നമ്മൾ ആ സമയത്ത് ഒരു കുറ്റബോധത്തിൻ്റെ പിടിയിൽ അമരുകയാണ് ചെറുപ്പകാലത്ത് തന്നെ. ഞാൻ പാപിയാണ് എന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുന്നു. ഞാൻ പാപിയാണ് എന്ന് എല്ലാ ദിവസവും ഏറ്റുപറയുന്നു. ഇങ്ങനെയുള്ള ഏറ്റുപറച്ചിലുകൾ, പ്രാർത്ഥനകൾ, ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പകാലത്ത് തന്നെ എൻ്റെ മനസ്സത് റിജക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. എങ്ങനെയാണ് നിഷ്കളങ്കനായിട്ടുള്ള ഒരു കുട്ടി പാപിയായിട്ട് മാറുക? അവൻ പാപം ചെയ്ത് കഴിഞ്ഞിട്ട് അവനത് അക്സെപ്റ്റ് ചെയ്തോട്ടെ. ബട്ട് ചെറുപ്പം തൊട്ടേ ഇത് കൊടുക്കുമ്പോൾ ഇവൻ ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല എന്നുള്ളതാണ്. ജീവിതകാലം മുഴുവൻ ഈ അഫേം ചെയ്യുന്ന കാര്യം, ഈ വിഷ്വലൈസ് ചെയ്യുന്ന കാര്യം, ഇവൻ ഏറ്റുപറയുന്ന ഈ കാര്യം ഇവൻ്റെ അവബോധമായിട്ട് മാറിയിട്ട് ഇവൻ യഥാർത്ഥത്തിൽ ഒരു പാപിയും ഒരു മത്സരാർത്ഥിയുമായിട്ട് മാറുകയാണ്. ജീവിതത്തിനെ ഫോഴ്സ് ചെയ്യുന്നത് നമ്മൾ നമ്മുടേതല്ലാത്ത ലക്ഷ്യങ്ങൾ പിന്തുടരുന്ന സമയത്താണ്. ഇതുപോലെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനുള്ള ആളുകൾ കമ്പാരിസൺ കൊണ്ടും കോമ്പറ്റീഷൻ കൊണ്ടും നമ്മളെ നിറയ്ക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൊസൈറ്റി ഇങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞ് നമ്മളെ ഫോഴ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ജീവിതം ഫോഴ്സ്ഫുൾ ആയിട്ട് മാറുന്നത് നമ്മൾ നമ്മുടേതല്ലാത്തതായിട്ടുള്ള സ്വപ്നങ്ങൾ പിന്തുടരുന്ന സമയത്താണ്. എങ്ങനെ ജീവിക്കണമെന്നുള്ള പ്രഷർ ഒരാളെ തെറ്റായിട്ടുള്ള ചിന്തയിലേക്ക്, തെറ്റായിട്ടുള്ള ജീവിതത്തിലേക്ക് തള്ളിവിടുകയാണ്. പുറത്തുള്ള ശബ്ദം കേൾക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളിലെ ദിശ നഷ്ടപ്പെടുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് നീ പാപിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിന്നോട് ചിലർ ആക്രോശിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന സമയത്ത് അറിയാതെ നമ്മൾ അതിലേക്ക് വീണു പോവുകയാണ്. പക്ഷെ നമ്മൾ അതിനെ മറികടക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ യഥാർത്ഥത്തിൽ നല്ലവരാണ് എന്നുള്ള രീതിയിൽ നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മളിൽ നിന്ന് നന്മ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ വരും. നമ്മൾ കുട്ടികളെ പാപിയാണ് എന്ന് പഠിപ്പിക്കുന്നതിന് പകരമായിട്ട് അവരെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്വവും കരുണയുമാണ് പഠിപ്പിക്കേണ്ടത്. അവരെ എംപതിയാണ് പഠിപ്പിക്കേണ്ടത്. വേറൊരു വ്യക്തി എന്തുകൊണ്ടങ്ങനെ പറയുന്നു, എന്തുകൊണ്ടങ്ങനെ പ്രവർത്തിക്കുന്നു, അവൻ്റെ വ്യൂ പോയിന്റിൽ നിന്ന് കാര്യങ്ങൾ കാണുവാനായിട്ടാണ് പഠിപ്പിക്കേണ്ടത്. എപ്പോഴും ഫോഴ്സ് ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റൻസ് ആണ് ഉണ്ടാകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനൊരു അധ്യാപകനായിരുന്നു. അപ്പം ഞാൻ ഈ കലാലയത്തിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ദർശിച്ചിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള, എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ചില പേരൻസ് ഉണ്ടാവും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളുകൾ, വീട്ടിൽ ഭയങ്കരമായിട്ടുള്ള സ്ട്രിക്റ്റ് ആയിരിക്കും. അങ്ങനെയുള്ള പേരൻസിൻ്റെ കുട്ടികൾ അല്പം മാറിയുള്ള കോളേജിലേക്കൊക്കെ വരികയാണെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഏതൊക്കെ അവസരങ്ങളിൽ സ്വാതന്ത്ര്യത്തിനെ എടുക്കാനായിട്ട് സാധിക്കുമോ ആ സമയത്തൊക്കെ അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തിനെ കൈക്കലാക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ തലമുറയിലേക്കൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ, പുതിയ തലമുറ എന്ന എപ്പോഴും പുതിയ തലമുറ ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മൾ കുറച്ചും കൂടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളർന്നു വരുന്ന ആളുകളിലൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, അവരെ ഫോഴ്സ് ചെയ്യുന്ന സമയത്ത് അവർക്ക് റെസിസ്റ്റൻസ് ആണ് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എല്ലാത്തിനോടും ഒരു റെബലിയസ് നേച്ചർ ആയിരിക്കും ചിലപ്പോൾ അവർ കൂടുതലായിട്ട് അവരെ ഫോഴ്സ് ചെയ്താൽ അവർ കാണിക്കാനായിട്ട്, എക്സിബിറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ അനുവദിക്കുമ്പോൾ അത് ഫ്ലോ ആയിട്ട് മാറുകയാണ്. അപ്പൊ എന്തനുവദിക്കണം, എന്തനുവദിക്കണ്ട എന്നുള്ളത് നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിലൂടെ തീരുമാനിക്കേണ്ട കാര്യം തന്നെയാണ്. ജീവിതത്തിനെ തള്ളിക്കൊണ്ടു പോകാനായിട്ട് പഠിപ്പിക്കുന്ന സമയത്താണ് പ്രശ്നങ്ങൾ കൂടി വരുന്നത്. പഴമക്കാർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഉന്തി മരം കയറ്റിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല, അവൻ കൈവിട്ട് കഴിയുന്ന സമയത്ത് താഴേക്ക് വരും എന്ന് പറയുന്നത് പോലെ തന്നെ. പക്ഷെ നമ്മൾ കാമായിട്ട് ലൈഫിനെ അലോ ചെയ്യുന്ന സമയത്ത് വഴികൾ സ്വയം തുറന്നു വരുന്നത് കാണാനായിട്ട് സാധിക്കും. വെള്ളത്തിലെ ഓളങ്ങളെ പിടിച്ചു കയറാനായിട്ട് നോക്കുന്ന വ്യക്തി അവൻ മുങ്ങിപ്പോകും. എന്നാൽ നീന്തുന്നവനാകട്ടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കും. ഫോഴ്സിന് പകരം ഫ്ലോ ഉപയോഗിക്കുന്ന സമയത്താണ് ജീവിതം ലളിതമാകുന്നത്. ഫോഴ്സ് ചെയ്യുന്നത് നിർത്തുന്നത് സറണ്ടർ അല്ലെങ്കിൽ കീഴ്പ്പെടലല്ല, അത് പ്രപഞ്ചവുമായിട്ട് സിങ്ക് ആകുന്ന ഉയർന്ന ബുദ്ധിയാണ്. ലെറ്റിംഗ് ഗോ ഈസ് നോട്ട് വീക്ക്നെസ്, ഇറ്റ്സ് അലൈൻമെന്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കേണ്ടതായിട്ടുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണിത്. ഫ്ലോ സ്റ്റേറ്റിൽ ഡിസിഷൻ അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്നത് എഫേർട്ട്ലെസ് ആയിട്ട് മാറുകയാണ്. ക്രിയേറ്റീവായിട്ടുള്ള ഒരു ടാസ്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യമോ സമയമോ ഒക്കെ ആവശ്യമാണ്. ആ ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അടഞ്ഞു പോകുമെന്നുള്ളതാണ്. അതിരും ചിന്തയും ഭയവും മാറി ക്ലാരിറ്റി, ഇൻറ്റ്യൂഷൻ, റൈറ്റ് ടൈമിംഗ് എല്ലാം സ്വാഭാവികമായിട്ട് വരും. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഷേർഡ് മൈൻഡ്സും മിസ്റ്റേക്കുകളാണ് ചെയ്തു കൂട്ടുന്നത്, എന്നാൽ ഫ്ലോ മൈൻഡ്സും മിറക്കിൾസ് ചെയ്യുമെന്നുള്ളതാണ്. പ്രഷർ കൊടുക്കുന്നതായിട്ടുള്ള മനസ്സുകൾ
തെറ്റുകൾ ആവർത്തിക്കുന്ന സമയത്ത് ഫ്രീ ആയിട്ട് ചിന്തിക്കുന്ന, സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. നിങ്ങൾ എപ്പോഴാണോ ഫോഴ്സ് ചെയ്യുന്നത് നിർത്തുന്നത്, ആ സമയത്ത് നിങ്ങളുടെയും മറ്റുള്ളവരുടെയും യഥാർത്ഥത്തിലുള്ള ഐഡന്റിറ്റി അവിടെ വിസിബിൾ ആകുമെന്നുള്ളതാണ്. മറ്റുള്ളവർ തരുന്നതായിട്ടുള്ള ഫോഴ്സ്, ഉപദേശങ്ങൾ, ഇതിനെയൊക്കെ വകഞ്ഞു മാറ്റി നിർത്തുന്ന സമയത്ത് നമ്മുടേതായിട്ടുള്ള ഉള്ളിൽ നിന്നുള്ള ഇൻസൈറ്റ് അല്ലെങ്കിൽ ഇൻഡ്യൂഷനെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അത് ഓൾറെഡി അവിടെ ഉണ്ട്. അതിൻ്റെ വ്യക്തത വർദ്ധിക്കുമെന്നുള്ളതാണ്. നമ്മളതിനെ കൂടുതൽ ശ്രവിക്കും തോറും അത് കൂടുതൽ നമ്മളോട് സംസാരിക്കും. നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട്, കൂടുതൽ മനോഹരമായിട്ട് നമ്മുടെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിലുള്ള ഞാൻ ആരാണ് എന്ന് കണ്ടെത്തുന്നത് നിശബ്ദതയിൽ ആയിരിക്കുന്ന സമയത്താണ്. മറ്റുള്ളവരുടെ ഉപദേശം, കോമ്പറ്റീഷൻ, കമ്പാരിസൺ, ഫോഴ്സ്, സൊസൈറ്റി, ഇതിനെയൊക്കെ പേടിക്കുന്ന സമയത്ത് എനിക്ക് യഥാർത്ഥത്തിലുള്ള ഞാൻ എന്താണ് എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുകയില്ല. പുറത്തുള്ളവരുടെ എക്സ്പെക്റ്റേഷൻസിനെ നമ്മൾ വിട്ടുകളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ സ്വത്വം ഉണർന്നു വരും, ഉയർന്നു വരും. നിങ്ങൾ ഏതെങ്കിലും റോള് കളിക്കുന്നത് നിർത്തുന്ന സമയത്താണ് റിയൽ ആയിട്ടുള്ള നിങ്ങൾ ഉയർന്നു വരുന്നത്. ഫിനാൻഷ്യലി, ഇമോഷണലി ആൻഡ് സ്പിരിച്വലി, വികാരപരമായിട്ടും സാമ്പത്തികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ നമുക്ക് പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ അബൻഡൻസ്, സമൃദ്ധി ഉണ്ടാവുകയാണ്. ഈ മേഖലകളിലൊക്കെ ജീവിതം സ്മൂത്തറായിട്ട് മാറുകയാണ്. കാരണം നമ്മൾ പ്രഷർ വിട്ടുകളഞ്ഞു. പ്രഷർ വിട്ടുകളയുന്ന സമയത്ത് നമ്മുടെ ജീവിതം സ്റ്റെബിലൈസ് ആവുകയാണ്, സന്തുലിതമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് വരികയാണ്, ശാന്തത കൈവരിക്കുകയാണ്, മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കുകയാണ്. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എൻ്റെ ആത്മാവിൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയാണ്. പ്രഷർ വിട്ട സമയത്ത് നമ്മുടെ തീരുമാനങ്ങൾ സ്റ്റെബിലൈസ് ആകുന്നത് പോലെ തന്നെ നമ്മുടെ ഇമോഷൻസും അവിടെ സെറ്റിൽ ആവുകയാണ്. അവസരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്ന് അലൈൻ ആവുകയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് എന്നും സ്ട്രഗിൾ ആയിരിക്കും. എന്നാൽ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്രോത്ത് ആയിരിക്കും. ഫ്ലോ സ്റ്റേറ്റ് ഈസ് ദ പാത്ത് ടു ഇന്നർ പീസ് ആൻഡ് സക്സസ്. നമ്മൾ ഫ്ലോയിൽ പോകുന്ന സമയത്താണ് ആന്തരികമായിട്ടുള്ള സമാധാനവും വിജയവും ഉണ്ടാകുന്നത്. ജീവിതത്തിനെ അതിൻ്റെ തനിമയോടുകൂടി അതിൻ്റെ സമയത്ത് അൺഫോൾഡ് ചെയ്യാനായിട്ട് നമ്മൾ അനുവദിക്കുകയാണ്. നാം നമ്മുടെ പർപ്പസിലേക്ക് എഫേർട്ട്ലെസ് ആയിട്ട് നടന്നു നീങ്ങുകയാണ്. കൺട്രോൾ വിടുന്ന സമയത്ത് അത്ഭുതങ്ങൾ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചെറുപ്പം തൊട്ടേ ഞാൻ പാപിയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, എന്താണ് ഈ പാപം? നമ്മളോട് തന്നെയോ മറ്റുള്ളവർക്കോ ദുഃഖത്തിലോ വിഷമം ഉണ്ടാക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് പാപമെന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കോ മറ്റുള്ളവർക്കോ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി വിഷമം ഉണ്ടാകുന്നതായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നമുക്ക് ഉപേക്ഷിക്കാം. അപ്പോൾ അതിന് സഹായിക്കാനൊക്കെയാണ് ചിലപ്പോൾ നമുക്ക് മതങ്ങൾ ചിലപ്പോൾ നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരിക്കും. കാരണം എല്ലാ ആളുകൾക്കും ഒരു തത്വചിന്തകനെ പോലെ അല്ലെങ്കിൽ അങ്ങനെ ഡീപ്പായിട്ട് ചിന്തിച്ചുകൊണ്ട് എന്താണ് പാപം അല്ലാത്തത് എന്തെന്നൊന്നും വേർതിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള നല്ല എലമെൻറ്റ്സ് നമുക്ക് ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നമുക്ക് മതങ്ങളിൽ നിന്ന് സ്വീകരിക്കാം. അതിനപ്പുറത്തേക്ക് എൻ്റെ വിശ്വാസം അതാണ് ശരി, നിൻ്റെ വിശ്വാസം എൻ്റെ വിശ്വാസം പോലെ ആകണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഫോഴ്സുകൾ വരുന്ന സമയത്താണ് ഈ മതം അതിനെ നെഗറ്റീവായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നത്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള എന്ത് സംഗതിക്കും ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈ പോസിറ്റീവുകൾ തന്നെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ അലൈൻമെൻറ്റിലേക്കും വിജയത്തിലേക്കും നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. നമ്മൾ ഉപദേശങ്ങൾ കേൾക്കുന്നത് ഫിൽട്ടർ ചെയ്ത് കളയുന്ന സമയത്ത്. നമസ്തേ.